വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദമായി വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കുറേയേറെ നീണ്ട ഒരു മതബോധന പരമ്പര പരിശുദ്ധ പിതാവ് സുവിശേഷ ഔത്സുക്യത്തെക്കുറിച്ച്, താല്പര്യത്തെക്കുറിച്ച്, പ്രഘോഷണത്തെക്കുറിച്ച് നടത്തുകയുണ്ടായി. അതിലെ ഒരു പ്രസംഗം ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കാൻ എല്ലാ ക്രിസ്ത്യാനികൾക്കും ചുമതലയുണ്ട്. കർത്താവിനെ അറിയിക്കാതെ ഒരുവനും ക്രിസ്ത്യാനിയായി ജീവിക്കാനേ സാധിക്കുകയില്ല. സഭ സ്വഭാവത്താലെ മിഷണറിയാണ് എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിനെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. എല്ലാവരോടും, നമ്മളെ എല്ലാവരെയും ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണിത്. ഈശോയെ ലോകമെങ്ങും അറിയിക്കുക നമ്മുടെ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവ് പ്രേക്ഷിത ഔത്സുക്യത്തെക്കുറിച്ച്, താല്പര്യത്തെക്കുറിച്ച് നീണ്ട പ്രഭാഷണങ്ങൾ നടത്തിയത്. സിനഡാലിറ്റിയെക്കുറിച്ച് ഉള്ള സിനഡ് കൂടുന്നതിന് ഒരുക്കമായി നടത്തിയിട്ടുള്ള പഠനങ്ങളിലെല്ലാം ചർച്ച ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് 3 വിഷയങ്ങളിൽ. ഒന്ന് മിഷനാണ്, പ്രേക്ഷിത പ്രവർത്തനമാണ്. അത് നമ്മുടെ അടിസ്ഥാനപരമായ കാര്യമാണ്. മഹാജൂബിലിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന സമയമാണ് 2025. അവിടെയും കർത്താവിനെ നവമായി കണ്ടെത്തുകയും കർത്താവിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് നമ്മോട് പറയുന്നത്. അവിടുന്ന് പഠിപ്പിച്ചതും ജീവിച്ചു കാണിച്ചതുമായ കാര്യങ്ങൾ നമ്മളിലൂടെ നിരന്തരം തുടരുക എന്നാണ് അതിൻ്റെ അർത്ഥം. മാർപ്പാപ്പ തൻ്റെ ഈ പ്രസംഗം പറയുന്നതിന് മുമ്പ് എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം വായിച്ചുകൊണ്ടാണ് 6-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള ആ തിരുവചനങ്ങൾ വായിച്ച് അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പ്രസംഗം പറയുന്നത്. ആ വാക്കുകൾ ഞാൻ ആവർത്തിക്കുകയാണ്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ച് നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. ഇതായിരുന്നു ആമുഖമായി വായിച്ച കാര്യം. സുവിശേഷത്തിൻ്റെ സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ എന്നതാണ്. മാർപ്പാപ്പ വിശുദ്ധ പൗലോസിൻ്റെ ഈ സാദൃശ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ചലനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞു. അതാണ് ഈ പ്രസംഗത്തിൽ മാർപ്പാപ്പ ഊന്നൽ കൊടുത്തത്. നിശ്ചലനായി നിന്നുകൊണ്ട് ഒരാൾക്ക് വചനപ്രഘോഷണം നടത്താൻ കഴിയുകയില്ല എന്നാണ് പാപ്പ പറയുന്നത്. അത് ശരിയാണ്. ഓഫീസ് മുറിയിൽ അടച്ചു പൂട്ടിയിരുന്ന് ഒരാളുടെ മേശയ്ക്ക് മുമ്പിലോ കമ്പ്യൂട്ടറിന് മുമ്പിലോ കീബോർഡ് യോദ്ധാവിനെ പോലെ വാദമുഖങ്ങൾ ഉന്നയിക്കുകയും പ്രഘോഷണത്തിൻ്റെ സർഗാത്മകതയ്ക്ക് പകരം അവിടെ നിന്നും ഇവിടെ നിന്നുമുള്ള ആശയങ്ങൾ പകർത്തി ഒട്ടിക്കുകയും ചെയ്തതുകൊണ്ട് സുവിശേഷ പ്രഘോഷണമാകില്ല എന്നാണ് ഈ പ്രസംഗത്തിൽ മാർപ്പാപ്പ പ്രത്യേകമായി പറഞ്ഞ കാര്യം. മാർപ്പാപ്പ പറഞ്ഞു, എന്തുമാത്രം വ്യക്തിപരമായ ഔത്സുക്യത്തോടെയാണ് തൻ്റെ സുവിശേഷ പ്രഘോഷണം നടത്തിയത്. അത് ഭയങ്കരമായൊരു സമർപ്പണമായിരുന്നു. അറിയപ്പെടുന്ന ദേശം മുഴുവൻ, എത്രയോ ദേശങ്ങളിൽ അവൻ ചെന്ന്, അത് പ്രത്യേകം ലേഖനങ്ങളിൽ എടുത്തു പറയുന്നുണ്ടല്ലോ, സുവിശേഷം പ്രസംഗിച്ചു. ഇവിടെ മാർപ്പാപ്പ ഒരാശയമാണ്, പ്രത്യേകിച്ച് സുവിശേഷത്തോടുള്ള ഔത്സുക്യം കൂടുതൽ മനസ്സിലാക്കാൻ
അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ, ഇപ്പം മുകളിൽ ഉദ്ധരിച്ച വാക്കുകൾ നമുക്ക് ഇടയാകും. സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പൗലോസ് ലീഗ പ്രസംഗിക്കുന്നത്. തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന വഴിപിഴച്ച ഔത്സുക്യത്തെക്കുറിച്ച് പൗലോസിന് ബോധ്യമുണ്ട്. മുമ്പ് ദമാസ്കസിലേക്കുള്ള യാത്രയിൽ ദൈവഹിതത്താലുള്ള വീഴ്ചയ്ക്ക് മുമ്പ് ഈ അപകടത്തിൽ അവൻ വീണിരുന്നു എന്ന് പറയും. തീഷ്ണതയുള്ളവനായിരുന്നു, ഔത്സുക്യം, തീഷ്ണത. അവൻ തന്നെ പറയുന്നുണ്ടല്ലോ, തീഷ്ണതയാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സഭയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. ചിലപ്പോൾ നമുക്കും വഴിപിഴച്ച ഔത്സുക്യത്തെ കൈകാര്യം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടായിരിക്കുമെന്നും മാർപ്പാപ്പ പറയുകയാണ്. ക്രൈസ്തവ സമൂഹത്തിൽ കടും പിടുത്തത്തോടെ ഉറച്ചു നിൽക്കുന്ന, പൂർണ്ണമായും മാനുഷികമായ മാനദണ്ഡങ്ങളെ മുറുകെ പിടിക്കുന്ന ആളുകളുണ്ട്. അവർ നിങ്ങളിൽ താല്പര്യം കാണിക്കുന്നത്, പൗലോസ് പറയുന്നുണ്ട്, എന്തിനാണ്? നിങ്ങളുടെ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, അവൻ്റെ നേട്ടത്തിന് വേണ്ടിയാണ്, യഥാർത്ഥത്തിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയല്ല എന്ന് പൗലോസ് ലീഗ തന്നെ പറയുന്നുണ്ടല്ലോ. സദുദ്ദേശത്തോടെയല്ല അപ്പസ്തലൻ പറയുന്നു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17 ക്രൈസ്തവ സമൂഹത്തിലുള്ള ചില വിശ്വാസികൾ തന്നെ തെറ്റായ കാര്യങ്ങളോട് കാണിക്കുന്ന വ്യഗ്രത നമുക്ക് അവഗണിക്കാനാവില്ല. എല്ലാം ഉണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ളവർ. പൊങ്ങച്ചം അല്ലെങ്കിൽ സ്വന്തം ബോധ്യങ്ങൾ അല്ലെങ്കിൽ സ്വാർത്ഥത എന്നിവ പിന്തുടരുന്ന ഒരാൾക്ക് വ്യാജ സുവിശേഷ തീഷ്ണതയെക്കുറിച്ച് അഭിമാനിക്കാം. അത് ശരിയായതല്ല എന്ന് പറയുകയാണ്. പൗലോസ് ലീഗ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയും അത് തന്നെ പറയുകയാണ്. സ്വാർത്ഥത, സ്വന്തം ബോധ്യങ്ങൾ, പൊതുവെ സഭയുടെ ബോധ്യങ്ങളല്ല, കർത്താവിൻ്റെ ബോധ്യങ്ങളല്ല, സ്വന്തം ബോധ്യങ്ങൾ, അതനുസരിച്ച് അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാകാം. അത് വ്യാജ സുവിശേഷ പ്രഘോഷണമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് മാർപ്പാപ്പ ഇക്കാരണത്താൽ നമുക്ക് സ്വയം ചോദിക്കേണ്ടതുണ്ട്, പൗലോസിൻ്റെ അഭിപ്രായത്തിൽ ശരിയായ അപ്പസ്തോലിക ഔത്സുക്യത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പൗലോസ് ലീഗ പറയുന്നത്, തുടക്കത്തിൽ നാം കേട്ട വചനങ്ങൾ ഞാൻ വായിച്ചല്ലോ, വചനങ്ങൾ ഇക്കാര്യത്തിൽ ഉപയോഗപ്രദമാണെന്ന് കരുതുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞുകൊണ്ടാണ് ചിന്ത കൊണ്ടുപോകുന്നത്. ആത്മീയ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ ഒരു പട്ടിക ഇവിടെ പൗലോസ് ലീഗ നൽകുന്നുണ്ട്. ഇതിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനുള്ള സന്നദ്ധത, അതിനെ ചിലർ ഔത്സുക്യമെന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആ സന്നദ്ധതയെ ഈ വ്യക്തി ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തീഷ്ണതയുള്ളവനാണ്. നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയുമല്ലോ. ഈ സാധനങ്ങളെ ഒരു പാദരക്ഷയെന്ന് പരാമർശിക്കുന്നു. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? പാദരക്ഷ, സുവിശേഷത്തിൻ്റെ സമാധാനത്തിൻ്റെ പാദരക്ഷ. ഈ പ്രയോഗം വെച്ചത് എന്തുകൊണ്ടാണ് എന്ന് മാർപ്പാപ്പ ചോദിക്കുകയാണ്. എങ്ങനെയാണ് സുവിശേഷത്തിൻ്റെ ഔത്സുക്യം ഒരാളുടെ കാലിൽ ധരിക്കുന്ന ഒരു വസ്തുവാകുന്നത്? ഈ പാദരക്ഷ, അതേപ്പറ്റിയാണ് മാർപ്പാപ്പ തൻ്റെ വിചിന്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സാദൃശ്യം എടുത്തിരിക്കുന്നത്, ഇത് പൗലോസ് ലീഗ എടുത്തിരിക്കുന്നത് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. അതാണ് യേശയ്യാ പ്രവാചകൻ പറയുന്നത്. ഇവിടെയാണ് സമാധാനത്തിൻ്റെ സുവിശേഷം പറയുന്ന പാദരക്ഷയെപ്പറ്റി ഇവിടെ പൗലോസ് ലീഗ എടുത്ത് പറയുന്നത്. നമ്മൾ യേശയ്യാ പ്രവാചകൻ്റെ 52-ാം അധ്യായം 7-ാം തിരുവചനത്തിലാണ് മുകളിൽ പറഞ്ഞ വാചകം വായിക്കുന്നത്. ഇവിടെയും സദ്വാർത്തയുടെ പ്രഘോഷണമായി പാദത്തെയാണ് കാണുന്നത്. സദ്വാർത്തയുടെ സുവിശേഷത്തിൻ്റെ പ്രഘോഷണം പാദത്തെ കാണുകയാണ്. എന്തുകൊണ്ടാണിത്? മാർപ്പാപ്പ പറയുന്നു, കാരണം പ്രഘോഷിക്കാൻ പോകുന്നവർ ചലിക്കണം. അതാണ്
അവർ നടക്കണം. എന്നാൽ നാം ശ്രദ്ധിക്കണം, ഈ പുസ്തകത്തിൽ പൗലോസ് യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാരൻ്റെ വേഷത്തെക്കുറിച്ചുള്ള സാമ്യത്തിൽ പാദരക്ഷയെ പടച്ചട്ടയുടെ ഭാഗമായിട്ടാണ് പറയുന്നത്, അവതരിപ്പിക്കുന്നത്. ഭൂമിയിലെ കെണികളിൽ നിന്നും രക്ഷ നേടാനും ഒപ്പം ഓടാനും ചലിക്കാനും പാദങ്ങൾ ഭൂമിയിൽ ഉറപ്പിച്ച് നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഉറച്ചു നിന്നുകൊണ്ടേ നമുക്ക് ഓടാനായിട്ട് സാധിക്കുകയുള്ളല്ലോ. കാരണം ശത്രു പലപ്പോഴും യുദ്ധക്കളത്തിൽ കെണികൾ നിരത്തിയിട്ടുണ്ടാകും. അതിനാൽ പാദരക്ഷകൾ ഓടാനും ശത്രുവിൻ്റെ സകല കെണികളിൽ നിന്നും രക്ഷ നേടാനും ആവശ്യമാണ്. ആ അർത്ഥത്തിൽ നമ്മൾ വളരെ സ്വാഭാവികമായി നോക്കിയാലും അത് അങ്ങനെയാണ് പാദരക്ഷകൾ വരുന്നത്. എന്നാൽ സുവിശേഷ ഔത്സുക്യത്തിനുള്ള പിന്തുണ ഏത് പ്രഖ്യാപനത്തിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ പാദം, അതായത് സഭയെന്ന രീതിയിൽ പ്രഘോഷിക്കുന്നു എന്നതാണ് പ്രധാനം. ഇവിടെ പാദം സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തെയാണ്. ചലനമില്ലാതെ ഒരു പ്രഘോഷണമില്ല, പുറത്തു പോകാതെ മുൻകൈ എടുക്കാതെ ഒരു പ്രഘോഷണമില്ല. ഇതിനർത്ഥം യാത്രയില്ലെങ്കിൽ ഒരു ക്രൈസ്തവൻ ഇല്ല എന്നാണ്. ഇതാണ് മാർപ്പാപ്പയുടെ പ്രധാനപ്പെട്ട ചിന്ത ഇവിടെ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കേണ്ട കാര്യം. യാത്രയില്ലാതെ മുറിയിൽ തന്നെ ഇരുന്ന് നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ചില ലേഖനങ്ങൾ എഴുതി വിട്ടത് കൊണ്ട് കാര്യമില്ല. ആളുകളുമായി ബന്ധം, ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കണം, തീർച്ചയായും സുവിശേഷത്തിന് ചെയ്യണമെന്ന് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് കിട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആളുകളുമായുള്ള ബന്ധമാണ്. അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. യാത്രയില്ലെങ്കിൽ ഒരു ക്രൈസ്തവനില്ല. സുവിശേഷവും വഹിച്ചുകൊണ്ട് അവനിൽ നിന്നും അല്ലെ അവളിൽ നിന്നും പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ ക്രൈസ്തവനല്ല. മാർപ്പാപ്പ പറയുകയാണ്, ചലനമില്ലാതെ നടക്കാതെ ഒരു പ്രഘോഷണമില്ല. നിശ്ചലനായി നിന്നുകൊണ്ട് ഒരാൾക്ക് വചനപ്രഘോഷണം നടത്താൻ കഴിയുകയില്ല. ഓഫീസ് മുറിയിൽ അടച്ചുപൂട്ടിയിരുന്ന ഒരാളുടെ മേശയ്ക്ക് മുമ്പിലോ കമ്പ്യൂട്ടറിന് മുമ്പിലോ കീബോർഡ് യോദ്ധാവിനെ പോലെ, നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ വാക്കാണ്, വാദമുഖത്തേക്ക് ഉന്നയിക്കുകയും പ്രഘോഷണത്തിൻ്റെ സർഗാത്മകതയ്ക്ക് പകരം അവിടെ നിന്നും ഇവിടെ നിന്നുമുള്ള ആശയങ്ങൾ പകർത്തി ഒട്ടിക്കുകയും ചെയ്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കാനാവില്ല എന്ന കാര്യമാണ് മാർപ്പാപ്പ നമ്മോട് ചിന്തയ്ക്കായി വയ്ക്കുന്നത്. സുവിശേഷം പ്രഘോഷിക്കേണ്ടത് ചലിച്ചുകൊണ്ടാണ്, നടന്നുകൊണ്ടാണ്, സഞ്ചരിച്ചുകൊണ്ടാണ്. ഈ ആശയമാണ് നമ്മുടെ മുമ്പിൽ അവിടുന്ന് തറപ്പിച്ച് പറയുന്നത്. നമുക്കത് ഓർക്കാം. സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദരക്ഷയെ കുറിക്കാൻ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗ്രീക്കിൽ നിന്നും കടമെടുത്തതാണ് എന്ന് മാർപ്പാപ്പ പറയുന്നു. വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് പോവുകയാണ്. അത് സൂചിപ്പിക്കുന്നത് സന്നദ്ധത, തയ്യാറെടുപ്പ്, ഉത്സാഹം എന്നൊക്കെയാണ്. ഇത് അലസതയ്ക്ക് എതിരാണ്, സ്നേഹവുമായി പൊരുത്തപ്പെടുന്നതുമല്ല. വാസ്തവത്തിൽ മറ്റൊരിടത്ത് പൗലോസ് പറയുന്നു, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പറയുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ലാണ്. ഇങ്ങനെ ചെയ്യാനാണ് പൗലോസ് ലീഗ പറയുന്നത്, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പുറപ്പാട് പുസ്തകത്തിൽ വീണ്ടും ഇതിന് ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ പെസഹ ആഘോഷിക്കാൻ ഈ നിലപാട് ആവശ്യമായിരുന്നു. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. പെസഹ ഭക്ഷിക്കാനായിട്ടുള്ള കൽപ്പന നോക്കിക്കുക ദൈവം നൽകുന്നത്. അരമുറുക്കി, ചെരുപ്പുകൾ അണിഞ്ഞ്, വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ പെസഹയാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 11-12 വാക്യങ്ങളിലാണ് നാം ഇത് കാണുന്നത്.
ഒരു ദൂതൻ കടന്നു പോകും. ആശ്ചര്യകരമായ വഴിയിലൂടെയാണ് കർത്താവ് കടന്നു പോകുന്നത് എന്ന് അറിയുന്നു. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അവിടുന്ന് കടന്നു വരുന്നത്. അവൻ അല്ലെങ്കിൽ അവൾ അതുകൊണ്ട് ഉപായങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും അപ്രതീക്ഷിതമായ പുതിയ പ്രവൃത്തിക്കായി തയ്യാറെടുത്തിരിക്കുകയും ചെയ്യുക ആവശ്യമാണ്. അതിശയത്തിനായി ഒരുങ്ങിയിരിക്കുക. എപ്പോഴും നമ്മൾ അതിശയത്തിനായി ഒരുങ്ങിയിരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ദൈവം വരുന്നത്? എന്താണ് ദൈവം കൽപ്പിക്കുന്നത്? സുവിശേഷ പ്രസംഗകനും അങ്ങനെ ആയിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞ് വയ്ക്കുന്നത്. എല്ലായ്പ്പോഴും ഈ രീതിയിൽ ചെയ്തു എന്ന ആശയത്തിൻ്റെ ഗുഹയിൽ അസ്ഥിപഞ്ജരമാകരുത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രം പറഞ്ഞാൽ പോരാ. എന്നാൽ ഉടനെ മാർപ്പാപ്പ പറയുകയാണ്, ഈ ലോകത്തിൻ്റേതല്ലാത്ത ജ്ഞാനത്തെ പിന്തുടരാൻ തയ്യാറെടുത്തിരിക്കണം. ഈ ലോകത്തിൻ്റേതല്ലാത്ത ജ്ഞാനത്തെ പിന്തുടരാൻ നമ്മൾ തയ്യാറെടുത്തിരിക്കണം. തന്നെക്കുറിച്ച് തന്നെ പറയുമ്പോൾ പൗലോസ്ലീഹ ഇത് പറയുന്നുണ്ട് എന്നും മാർപ്പാപ്പ ഉദ്ധരിക്കുകയാണ്. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല. പൗലോസ്ലീഹ പറയുകയാണ്, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തി ആകാനായിരുന്നു അത് എന്നും പൗലോസ്ലീഹ പറയുകയാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-5 തിരുവചനങ്ങളാണിത്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഭൗതികമായ ആശയങ്ങൾ, വിജ്ഞാനങ്ങൾ, മാനുഷികമായ വിജ്ഞാനങ്ങൾ പ്രസംഗിച്ചത് കൊണ്ടായില്ല. സുവിശേഷ തീക്ഷ്ണത, കർത്താവിൻ്റെ ആ ആശ്ചര്യത്തിന്, അതിശയത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന കാര്യമാണ് ഇവിടെ നമ്മോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിന്തയാണ് ഈ പാദരക്ഷയെ വെച്ചുകൊണ്ടുള്ള ബൈബിൾ പശ്ചാത്തലത്തിലുള്ള ഒരു അവതരണമാണ് പരിശുദ്ധ പിതാവ് നടത്തിയിരിക്കുന്നത്. സഹോദരീ സഹോദരന്മാരെ, സുവിശേഷത്തിൻ്റെ ഈ പുതുമയ്ക്ക് തയ്യാറെടുത്തിരിക്കുക എന്നത് പ്രധാനമാണ്. സുവിശേഷം തരുന്ന പുതുമ, സുവിശേഷം എപ്പോഴും നവീനമാണ്, നവമാണ്. അതിന് നമ്മൾ തയ്യാറെടുത്തിരിക്കണം. ദൈവം കടന്നു പോകും, ദൂതൻ കടന്നു പോകും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ രീതിയിലല്ല അത് ചെയ്യേണ്ടി വരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ മനോഭാവത്തിൽ വേഗം, മുൻകൈ, ആദ്യം പോകുക എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. സമാധാന സുവിശേഷ പ്രഘോഷണം വിളംബരം ചെയ്യുന്നതിനുള്ള അവസരം കടന്നു പോകാൻ അനുവദിക്കണമെന്നല്ല, ആ സമാധാനം ലോകം നൽകുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ ക്രിസ്തുവിനറിയാം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ് പ്രധാനം. ഈ കാരണങ്ങളാലാണ് എല്ലാത്തിനെയും മാറ്റുന്ന ഈശോയുടെ പുതുമ കൊണ്ടുവരാൻ, ഈശോയുടെ മനോഹാരിത കൊണ്ടുവരാൻ, ഭയം കൂടാതെ മുന്നോട്ട് പോകാൻ, എപ്പോഴും ചലിക്കുന്ന സുവിശേഷകരാകാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് പാപ്പ പറയുകയാണ്. അതെ, അപ്പോൾ ഇത് ആണ് മാർപ്പാപ്പ പറയുന്നത്. മറ്റുള്ളവരിലേക്ക് നമ്മൾ പോകണം. നമുക്ക് നമ്മിൽ തന്നെ അടച്ചു പൂട്ടിയിരുന്ന് നമുക്ക് സുവിശേഷകരാകാൻ സാധിക്കില്ല, സുവിശേഷം കൊടുക്കാൻ സാധിക്കില്ല. നമ്മൾ പുറത്തേക്ക് പോകണം, മറ്റുള്ളവരിലേക്ക് പോകണം, മറ്റുള്ളവരെ അറിയിക്കണം. നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനുള്ള ഉത്തരവാദിത്തമാണിത് സൂചിപ്പിക്കുന്നത്. നാം ആത്മശോധന എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികൾ ഓർക്കണം, നാം എത്ര പേരോട് ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾ എത്ര കണ്ട് സീരിയസായി എടുത്ത് ജീവിക്കുന്നുണ്ട്. മറ്റുള്ളവർ നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് എന്നീ കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷിത പ്രവർത്തനം, മിഷനറി പ്രവർത്തനം, ക്രിസ്തുവിനെ അറിയിക്കൽ നമുക്ക് പരമപ്രധാനമാണ്. അതില്ലാതെ ഒരു ക്രൈസ്തവ അസ്തിത്വമില്ല എന്ന ചിന്ത നമ്മളിൽ രൂഢമൂലമാകണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.